വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ലോകകപ്പ് മത്സരത്തിലേക്ക് തന്നെയാണ്. ആവേശകരമായ മത്സരം അങ്ങനെ പുരോഗമിക്കുകയാണ്. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. അനിൽ വാസുദേവാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. കോഴിക്കോട് നിന്ന് ദിൽഷാ തിലകനും തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും ചേരുകയാണ്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും പോർച്ചുഗലിനെ വിറപ്പിച്ച ഒരു മത്സരമാണ്. പെരിസിച്ചിന്റെ ആദ്യ ഗോൾ, അതിനുശേഷം ഓഫ് സൈഡായി പോയി ഗോളാകുമായിരുന്ന ഒരു ഗോൾ ക്രൊയേഷ്യക്കുണ്ടായിരുന്നു. ഒടുവിൽ ആ ഒരു പെനാൽറ്റിയിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ കളി ഏകദേശം തിരിച്ചു പിടിച്ചിരിക്കുന്നു. എന്തായിരിക്കും ഇനി ഒരു അവസ്ഥ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് ദിൽന. പറഞ്ഞതുപോലെ തന്നെ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് പോർച്ചുഗൽ. ആദ്യം ലീഡെടുത്തത് ക്രൊയേഷ്യയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളുടെയും ഒരു ഡീസന്റ് ഗെയിം എന്ന് മാത്രം വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പോർച്ചുഗലിന് തന്നെയായിരുന്നു പന്തടക്കത്തിലും ഷോട്ടുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ മുന്നിട്ട് നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടിയിരുന്നില്ല. കമന്റേറ്റേഴ്സ് ഒക്കെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡീസന്റ് ഹാഫ് കളിച്ച് തന്നെയാണ് ക്രൊയേഷ്യ മടങ്ങിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ക്രൊയേഷ്യയുടെ തുടരെയുള്ള ആക്രമണങ്ങളാണ് അവിടെ കണ്ടത്. ക്രൊയേഷ്യ ഒടുവിൽ അവർ ഡിസർവ് ചെയ്ത ഗോൾ 53-ാം മിനിറ്റിൽ വരികയും ചെയ്തു. ഇവാൻ പെരിസിച്ചിലൂടെ മാർക്ക് ചെയ്യാതെ കിടന്ന് ഇവാൻ പെരിസിച്ച് കൃത്യമായി ആ പന്ത് വലയിലെത്തിച്ച് അങ്ങനെ നിർണായക ലീഡ് കൊടുത്തു. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു അവസരം വന്നതാണ്, പക്ഷേ അത് ഡിസലവ് ചെയ്യുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ പോർച്ചുഗലിനെ അവരെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ഗെയിം, അല്ലെങ്കിൽ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് ആയേക്കാം. അവിടെ അദ്ദേഹത്തിന് ലോക കിരീടം വേണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് മുന്നോട്ട് പോയേ പറ്റൂ എന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു നിർണായകമായ 4 മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസും വിറ്റിനിയും അടക്കമുള്ള താരങ്ങളെ പിൻവലിച്ച ബെർണാർഡോ സിൽവയൊക്കെ കൊണ്ടുവന്ന് അത് ഈ മത്സരത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിലേക്ക് വന്നതോടുകൂടി പോർച്ചുഗൽ ഒന്നുകൂടി ഉണർന്ന് കളിക്കുന്ന കാഴ്ച കണ്ടു. അതിന് ഒടുവിൽ ഫലമുണ്ടായത് അവരുടെ തുടരെ ആക്രമണങ്ങൾ. അതിനിടയ്ക്ക് ബോക്സിനിൽ വേഗയെ വീഴ്ത്തിയതിന് കിട്ടിയ ഒരു പെനാൽറ്റി ക്രിസ്ത്യാനോ റൊണാൾഡോ കൃത്യമായി പന്ത് വലയിലെത്തിക്കുന്നു. ലിവാക്കോവിച്ചിനെ മറ്റൊരു സൈഡിലേക്ക് വിട്ട് അദ്ദേഹം പന്ത് പോസ്റ്റിൻ്റെ വലതുമൂലയിലേക്ക് അടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ റൊണാൾഡോയുടെ ലോകകപ്പ് ചരിത്രത്തിലെ 11ാം ഗോളാണ് ഈ ലോകകപ്പിലെ 3ാമത്തെ ഗോളും. ഇപ്പോൾ മത്സരം 73-ാം മിനിറ്റിലൊക്കെ തന്നെ കഴിയുമ്പോൾ ഇരു ടീമുകളും 1-1 എന്നതാണ് നിലയിലാണ് സ്കോർ പോകുന്നത്. ഇനിയൊരു ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഒരു ഗോൾ വരുമോ അതോ എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റിയിലേക്കോ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. രണ്ട് ടീമിനും 2 മികച്ച ഗോൾ കീപ്പർമാരാണുള്ളത്. ലിവാക്കോവിച്ച് നേരത്തെ തന്നെ ഈ പെനാൽറ്റി തടുക്കുന്നതിലൊക്കെ തന്നെ അതിവിദഗ്ധനാണ്. അങ്ങനെയെങ്കിൽ പോർച്ചുഗലിനെ പോലെ ടീം അത് പേടിക്കേണ്ടതുണ്ട്. കോസ്റ്റ്യൂം ഒട്ടും തന്നെ മോശമല്ല. അപ്പോൾ മത്സരം ഇപ്പോൾ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു തുല്യത പാലിക്കുന്നു, ഇല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇരു ടീമുകളും ഓരോ ഗോൾ കൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുമുണ്ട്. ക്രിസ്റ്റീന, ദില്ല. ആവേശകരമായ മത്സരമാണ്. എന്തായാലും ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ ഗോൾ നേടാത്ത താരം എന്ന ചീത്തപ്പേര് കൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും മത്സരം എന്താകുമെന്ന് വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഇനി കോഴിക്കോട് നിന്ന് ദിൽഷാ തിലകൻ ഇതേ വാർത്തയുമായി തന്നെ ചേരുന്നുണ്ട്. ദിൽഷ, എന്താണ് കോഴിക്കോട്ടത്തെ ആവേശം? ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചതോടുകൂടി അവിടെ പോർച്ചുഗൽ ആരാധകരുടെ ആഘോഷമുണ്ടോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തേക്കും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളതാണ്. ഇതിഹാസ താരമായിട്ടുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയോ അതുപോലെ തന്നെ ഈ പടനായകൻ ലൂക്ക മോഡ്രിച്ചോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യഘട്ടത്തിൽ വലിയ നിരാശയിലായിരുന്നു പോർച്ചുഗൽ ഫാൻസ് ഉള്ളത്. കാരണം ക്രൊയേഷ്യ ഗോളടിച്ചു, പെരിസിച്ചാണ് ഗോളടിച്ചത്. തൊട്ട് പിന്നാലെ തന്നെ ക്രിസ്ത്യാനോയുടെ ഗോൾ കൂടി വന്നു. എന്തായാലും വലിയ ആവേശം നമുക്ക് കോഴിക്കോട് പുതിയ പാലത്ത് ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ ആരാധകരോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കളിയാണ്. ക്രിസ്ത്യാനോ ഫാനാണ്? ആ, ക്രിസ്ത്യാനോ ഫാനാ. എങ്ങനെ പോകുന്നു? ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക് പോകുന്നത്? ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക്? ആരാണ്? ക്രിസ്ത്യാനോ പോർച്ചുഗൽ കയറും എന്തായാലും. കളി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് കളി? എങ്ങനെ കേട്ടില്ല? കളി എങ്ങനെയുണ്ട്? കളി നല്ല കളിയാണ്, കുഴപ്പമില്ലാത്ത കളിയാണ്. പോർച്ചുഗലിന്റെ പൊസിഷൻ ഒന്നുകൂടി റെഡി ആക്കാണ്ട് ലോ ആണ് കളി. കളിക്കേണ്ട സമയമാണ് ശരിക്കും. പൊസിഷൻ ക്രൊയേഷ്യന്റെ കയ്യിലാണ്. രണ്ടുപേരും ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഒരുപക്ഷെ രണ്ടുപേരുടെ അവസാന വേൾഡ് കപ്പ് കൂടിയാണ് ഇത്. അതെ അതെ, തീർച്ചയായും. എന്നാലും പോർച്ചുഗൽ വിജയിക്കണം എന്നാണ്. നമ്മൾ പോർച്ചുഗൽ ഫാൻസ് ആണ്. പോർച്ചുഗൽ? അതെ അതെ, തീർച്ചയായും. ക്രിസ്ത്യാനോ ഫാൻസ് ആണ്. ക്രിസ്ത്യാനോ വിജയിക്കണം കപ്പ്. എങ്ങനെ കളി? എങ്ങനെ? അടിപൊളിയാണ്, അടിപൊളിയാണ്. ക്രിസ്ത്യാനോ ഫാനാണ്? പ്രീ ക്വാർട്ടറിലേക്ക്? അല്ല, ബ്രസീൽ ഫാനാ. ക്രിസ്ത്യാനോ ഫാൻ അല്ലേ? ക്രൊയേഷ്യ ഫാനാണ്. ആ, നമുക്ക് അങ്ങനെ ഒരു ക്രൊയേഷ്യ ഫാൻ ഇവിടെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഭൂരിഭാഗവും ക്രിസ്ത്യാനോ ഫാൻസ് ആണുള്ളത്. കളി എങ്ങനെയുണ്ട്? കളി എങ്ങനെയാണ്? ഗംഭീരാണ്. ആരാണ് പ്രീ ക്വാർട്ടറിലേക്ക്? ആരായിരിക്കും പ്രീ ക്വാർട്ടറിലേക്ക്? ആരായിരിക്കും? ക്രൊയേഷ്യ ഫാനാണോ? അല്ലല്ല, ഇവന് ഓപ്പോസിറ്റ് ആണ്.
അല്ല ഓപ്പോസിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്, വലിയ ആകാംക്ഷയോട് കൂടി ബാക്കി കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ക്രിസ്ത്യാനോ ഫാൻസും അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ചിന്റെ ഫാൻസും ഇവിടെ തന്നെ ഉണ്ട്. വലിയ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ ഇരുന്ന് അവരെ. ശരി ദിൽഷ, നമുക്ക് തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥയെന്ന് നോക്കാം. റിനു ശ്രീധർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വെരി ഗുഡ് മോർണിംഗ്. നമുക്കറിയാം CR7 മാത്രമല്ല ലൂക്ക മോഡ്രിച്ചിനൊക്കെ ആരാധകരുണ്ട്. 98-ലെ ക്രൊയേഷ്യയും ഡേവ് സൂഗറും ഒക്കെ ഇപ്പോഴും മനസ്സിലുള്ളവരുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള ഒരു കളിയാവേശം? ദിൽന, ക്രിസ്റ്റീന, എന്തായാലും നമ്മളൊക്കെ പറയും ഈ വടക്കൻ കേരളത്തിലൊക്കെയാണ് ഈ ഫുട്ബോൾ ആവേശം എന്നുള്ളത്. പക്ഷേ ഇങ്ങ് തെക്കൻ കേരളത്തിലുമുണ്ട് ഫുട്ബോൾ ആവേശം. തിരുവനന്തപുരത്തെ ഓരോ മുക്കും മൂലയിലും നമ്മൾ ഈ സ്ക്രീനൊക്കെ വെച്ച് LED സ്ക്രീനൊക്കെ വെച്ച് വലിയ ആവേശത്തോടു കൂടിയാണ് കളിയെ വരവേക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബാർട്ടൺ ഹില്ലിലാണ്. എന്തായാലും ഫിഫ ലോകകപ്പിൻ്റെ നോക്കൌട്ടിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും ഏറ്റുമുട്ടുകയാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഗോൾ രഹിതമായി അവസാനിച്ചത് നമുക്കറിയാം. ഈ മത്സരത്തിൽ ജയിക്കുന്നവർ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനെ നേരിടുകയും ചെയ്യും. എന്തായാലും കെ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരായ പോർച്ചുഗൽ ലോകകപ്പ് നോക്കൌട്ടിൽ കടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഒരു വിജയവും 2 സമനിലകളുമായി തോൽവി അറിയാതെയാണ് ഈ പോർച്ചുഗലിന്റെ വരവ് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം എൽ ഗ്രൂപ്പിലെ രണ്ടാമന്മാരായ ക്രൊയേഷ്യ 2 മത്സരങ്ങൾ ജയിച്ചപ്പോൾ ഒരെണ്ണം തോക്കുകയും ചെയ്തു. എന്തായാലും ഇതിഹാസ താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലൂക്ക മോഡ്രിച്ചും നേർക്കുനേർ വരുന്ന ആ ഒരു മത്സരം കൂടിയാണ്. അത് വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മൾ മലയാളികളും ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാർട്ടൺ ഹില്ലാണ്. ബാർട്ടൺ ഹില്ലിൽ വലിയ ആവേശമാണ്. ഈ റൊണാൾഡോ ആരാധകരും അതുപോലെ തന്നെ മോഡ്രിച്ചിന്റെ ആരാധകരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. എല്ലാവർക്കും പേടിയാണ്. മോനെ, കളി എങ്ങനെ ഉണ്ടാ? ആരും വിട വിഷമാണോ? കളി എങ്ങനെ? കുഴപ്പമില്ല, കൊള്ളാം. എങ്ങനെ, പോർച്ചുഗലാണോ ക്രൊയേഷ്യയാണോ ഇഷ്ടം? പോർച്ചുഗൽ. ഓ, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് താരം. എന്തായാലും എങ്ങനെ പറ മോനെ, പറയടാ, കളി എങ്ങനെയുണ്ട്? പറയടാ, എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ട്? കളി ഫസ്റ്റ് ഹാഫ് പോർച്ചുഗൽ നല്ലപോലെ കളിച്ച്, സെക്കൻഡ് ഹാഫ് ഇപ്പം ക്രൊയേഷ്യ നല്ല കളിയാണ്. സാധാരണ ഈ വടക്കൻ കേരളത്തിലൊക്കെയാണ് ഫുട്ബോളിന് ആരാധകർ. നമ്മൾ തെക്കൻ കേരളം ആവേശത്തോടെ തന്നെയാണോ വരവേൽക്കുന്നത്? ഇവിടെ 2-3 ദിവസം ഇവിടെ വന്നാൽ മതി, പറയാൻ പറ്റും. ഗോൾ അടിച്ചിട്ടുണ്ട്, കണ്ടു. അതാണ്ട് ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു പോർച്ചുഗലിന്റെ കാര്യം. ഈ വർഷം കപ്പ് അർജന്റീനയൊക്കെയാണ് എന്തായാലും. അർജന്റീനയ്ക്ക്. അപ്പൊ അർജന്റീനൻ ആരാധകരാണ് കൂടുതലും. എന്തായാലും ഇവിടെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വാർത്തകൾ. നമ്മൾ രാവിലെ 6 മണി സമയത്തൊക്കെ കോഴിക്കോട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുമ്പോൾ വലിയ രസകരമായ കാര്യമാണ്. കാരണം ഈ മത്സരം ഏതാണ്ട് 4-4:30 തുടങ്ങിയതാണ്. അപ്പോൾ തൊട്ട് ആളുകൾ അവിടെയുണ്ട്. ഇപ്പോഴും ആവേശം ചോരാതെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതാണ് ഫുട്ബോൾ ലോകകപ്പ് എല്ലാം കേരളത്തിൽ നൽകുന്ന ഒരു ആവേശ കാഴ്ച. ക്രിസ്ത്യാനോ റൊണാൾഡോ തുടർന്നാലാണ് ഒരുപക്ഷേ ഈ കാഴ്ച നമുക്ക് ഇനിയും കാണാൻ പറ്റുക. ഹേറ്റേഴ്സ് ഇല്ലാത്ത ടീമാണ് ക്രൊയേഷ്യ. ലൂക്ക മോഡ്രിച്ചിന് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ റൊണാൾഡോയും മോഡ്രിച്ചും കൂടെ നിൽക്കുമ്പോൾ ആളുകൾ. പക്ഷേ ഈ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ക്രിസ്ത്യാനോ റൊണാൾഡോയും 10 പ്ലേയേഴ്സും എന്ന നിലയിൽ തന്നെയാണ് പോർച്ചുഗൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇനി കളിയുടെ ഗതി പോകുന്നത്? റൊണാൾഡോയെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു വിവരം കൂടെ നമുക്ക് PCR 80-ാം മിനിറ്റിൽ മത്സരം നിൽക്കുമ്പോൾ അതാ റൊണാൾഡോ കളത്തിന് പുറത്തേക്ക് പോവുകയാണ്. നിർണായകമായ ഒരു ഗോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി പെനാൽറ്റി ഷൂട്ടൗട്ടൊക്കെ വരാനിരിക്കുകയാണ്. എന്താണ് കോച്ചിന്റെ പ്ലാൻ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ 81 മിനിറ്റ് കഴിയുമ്പോൾ പോർച്ചുഗലും ക്രൊയേഷ്യയും 1-1 എന്ന നിലയിലാണ് ഈ മത്സരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇനി നമ്മൾ മഴ വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കുറച്ച് ദിവസം മഴയില്ലാതിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി മഴ വീണ്ടും ശക്തമായി വരികയാണ്. എന്താണ് മഴ മുന്നറിയിപ്പിലെ വിശേഷങ്ങളൊപ്പം എവിടെയെങ്കിലും ശക്തമായ മഴ ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ? 2 ദിവസമായി ശക്തമായ മഴ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഭാഗത്ത് ഉണ്ട്. ഇന്നിപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണ്. രാവിലെ ഉണ്ടായിരുന്നു, കൊച്ചിയിൽ രാവിലെ മഴയുണ്ടായിരുന്നു. അതിനുശേഷം മാറി നിൽക്കുന്ന സാഹചര്യമാണ്. യെല്ലോ അലർട്ടാണ് ഭൂരിഭാഗം ജില്ലകളിലും പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ശനിയാഴ്ച വരെ ഈ മഴ തുടരും എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കടലിൽ പോകുന്ന ആളുകളോടും അതോടൊപ്പം തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളോടും ജാഗ്രത പുലർത്തണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അതിസാഹസികത്തിനും മുതിരരുത് എന്ന നിർദ്ദേശമുണ്ട്. ഇതുവരെ കാര്യമായ മഴക്കെടുതികൾ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാസർഗോഡും അതോടൊപ്പം തന്നെ ഈ കോതമംഗലം പ്രദേശത്തും മാത്രമാണ് ചെറിയ
മരം വീഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രതിസന്ധികളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ശനിയാഴ്ച വരെ ഈ മഴ തുടരും. അതുവരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഏതെങ്കിലും തരത്തിൽ അസാധാരണമായ സാഹചര്യം ഉണ്ടായി, പ്രത്യേകിച്ച് വെള്ളക്കയറ്റം അടക്കമുള്ള സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ ജനപ്രതിനിധികളെ ബന്ധപ്പെടുക, അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള നടപടി സ്വീകരിക്കുക. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിനും റവന്യൂ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം. അതല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒപ്പം ജലാശയത്തിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുങ്ങിമരണങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്താണ്. കുട്ടികൾ ഒരുപാട് പേർ ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അതെല്ലാം ഒഴിവാക്കണം. ഈ മഴ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള അതിസാഹസികതയൊക്കെ ഒഴിവാക്കണമെന്ന നിർദ്ദേശം കൂടി ഓരോ ജില്ലാ ഭരണകൂടവും കൃത്യമായി നൽകുന്നുണ്ട്. ഇതില്ല. ശരി, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% MSC എന്ന കപ്പൽ കമ്പനിക്ക് വിറ്റത് സർക്കാർ അറിവോടെയെന്നാണ് പ്രതിപക്ഷ വിമർശനം. നിക്ഷേപം നടത്തുന്ന വിവരം സർക്കാരിനെ നേരത്തെ അറിയിക്കാത്തതിൽ ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദാനി പോർട്സ് ലിമിറ്റഡ് മാനേജ്മെന്റിനോട് അതൃപ്തി അറിയിച്ചിരുന്നു. റിനു ശ്രീധർ തന്നെ തിരുവനന്തപുരത്ത് വിവരങ്ങളും നൽകും. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷം ഒരു വലിയ സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാടുകളാണ് എന്ന രീതിയിലുള്ള ആക്ഷേപവുമായാണ് ഇന്നലെ വന്നത്. ഏത് രീതിയിലേക്ക് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? ഒപ്പം സർക്കാർ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടതാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ ഓഹരികൾ അദാനി ഗ്രൂപ്പ് MSC കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ സഭയിൽ കണ്ടു. പക്ഷേ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഭരണപക്ഷവും രംഗത്തുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ സർക്കാർ കൃത്യമായി നടപടി എടുക്കുമെന്നുള്ള, അല്ലെങ്കിൽ സർക്കാരിന്റെ അനുമതിയോട് കൂടിയേ ഇത്തരത്തിലൊരു ഓഹരി വിൽപ്പനയ്ക്ക് കഴിയൂ എന്നുള്ള ഒരു വാദമാണ് വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് 49% ഓഹരിയും നൽകിയത് എന്നുള്ളത് നമ്മൾ വിവരമായി തന്നെ നൽകിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. കാരണം വി ഡി സതീശൻ്റെ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഓരോ ദിവസവും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് പ്രതിപക്ഷം. പല പല വിഷയങ്ങൾ വിവാദങ്ങളാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഓഹരി വിറ്റതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാഹചര്യം. ഇതിൽ വലിയ പ്രതിഷേധം ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടിയായിട്ടുള്ള പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലൂടെ അക്കാര്യം വ്യക്തമാക്കിയതുമാണ്. എന്തായാലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നിലവിൽ നിശ്ചയിച്ചിട്ടില്ല. എന്തായാലും പ്രതിഷേധം കെട്ടടങ്ങാതെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ മുഖ്യമന്ത്രി കൂടി അദാനി പോർട്ട് ലിമിറ്റഡിന് ഒരു പ്രതിഷേധ സൂചകമായി ഒരു കത്തയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും സർക്കാരിന്റെ അറിവോടുകൂടി അല്ല ഇത്തരം ഓഹരി കച്ചവടം നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതും. സർക്കാർ അത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി എന്തായിരിക്കും സർക്കാരിന്റെ പ്രതിരോധ നടപടി എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടി വരും. എന്തായാലും നിലവിൽ അദാനി പോർട്ട് ലിമിറ്റഡിന് കത്തയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും സർക്കാർ അറിയാതെ ഇത്തരത്തിൽ ഓഹരി കച്ചവടം നടത്തിയതിലുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇനി എന്തായിരിക്കും ഈ നടപടി എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ദിൽന, ക്രിസ്റ്റീന. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. 11 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കേസിൽ ED കക്ഷി ചേർന്നതിനാൽ EDയുടെ വാദവും നിർണായകമാകും. 9ാം പ്രതിക്ക് പ്രോസിക്യൂഷൻ വീഴ്ചയിൽ ജാമ്യം ലഭിച്ചതടക്കം കോടതിയുടെ മുന്നിലേക്ക് വരും. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാറാകും ഇന്ന് കോടതിയിൽ ഹാജരാവുക. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അഭിഭാഷകൻ ജോജോ ജോസാണ് ഹർജിക്കാരൻ. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ഇന്ന് കോടതിയെ അറിയിക്കും. കേസിൽ 9ാം പ്രതിക്ക് ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച തീരുമാനത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്താൻ LDF. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് പ്രചാരണം സംഘടിപ്പിക്കുക. ചൊവ്വാഴ്ച നടക്കുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രചാരണ പരിപാടികൾ ചർച്ച ചെയ്യും. സ്വകാര്യ മദ്യ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കിക്കൊടുക്കാൻ സഭാ ചട്ടങ്ങൾ പോലും പാലിക്കാതെ ധൃതിയിൽ ധനബിൽ പാസാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ധനബിൽ പാസായ ശേഷം UDF ചർച്ച ചെയ്യുന്ന പ്രഖ്യാപനം പ്രഹസനം എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്.
അഭിനേതാക്കളുടെ സംഘടന അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. ലക്ഷ്മിപ്രിയ, ജയൻ ചേർത്തല, കൈലാഷ് ഒഴികെയുള്ള ഭരണസമിതി അംഗങ്ങൾ ഔദ്യോഗികമായ രാജി അറിയിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ആഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ചേക്കും. തന്റെ നിരപരാധിത്വം തെളിയിക്കാതെ പടിയിറങ്ങില്ല എന്ന സൂചന നൽകിക്കൊണ്ട് ശ്വേതാ മേനോൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളും ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, അമ്മയിലെ പ്രതിസന്ധി അത് തീരുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായി ഓരോ വിഷയങ്ങൾ വരികയാണ്. ഇപ്പോൾ ഈ ആഡ്ഹോക് കമ്മിറ്റിക്കെതിരെ കോടതിയെ സമീപിക്കാൻ ശ്വേതാ മേനോൻ ആലോചിക്കുന്നു എന്ന് വിവരം ലഭിക്കുന്നു. എന്താണ് ഈ പ്രതിസന്ധി, എങ്ങോട്ടേക്കാണ് പോകുന്നത്? കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ? ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ ഈ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ശ്വേതാ മേനോന്റെ പ്രതികരണം വന്നത്. ഫേസ്ബുക്കിലൂടെയാണ് അവർ പ്രതികരിച്ചത്. നേരത്തെ അവർ ഔദ്യോഗികമായി വാർത്താ സമ്മേളനം വിളിക്കും, തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ മൗനം പാലിക്കുമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ മൗനം തുടരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിൽ വാചകങ്ങൾ കുറിച്ചത്. പ്രധാനമായും അഡ്ഹോക് കമ്മിറ്റിക്കെതിരെയാണ് അവരുടെ ആരോപണം. ഈ അമ്മയുടെ ബൈലോ പ്രകാരം അത്തരത്തിലൊരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ തന്നെ അത് മുൻ കമ്മിറ്റി, അതായത് രാജിവെച്ച കമ്മിറ്റി തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റിയായി തുടരുക. പക്ഷേ ഇവിടെ പതിവിന് വിരുദ്ധമായി മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു. തങ്ങളുടെ കമ്മിറ്റി, അതായത് തന്റെ നേതൃത്വത്തിലെ കമ്മിറ്റിയെ പിരിച്ചുവിടുക എന്ന അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ജനറൽ ബോഡി ചേർന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു തിരക്കഥയാണ്. അത് ഇനിയിപ്പോൾ കൈകെട്ടി നോക്കി നിൽക്കാനില്ല. ഈ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ അടക്കം താൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് ശ്വേത നൽകിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇനി ശരിക്കും യാഥാർത്ഥ്യമായി കോടതിയിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിനെല്ലാം വഴിവെച്ചതും ശ്വേതാ മേനോൻ നിലവിൽ രാജിവെച്ചിട്ടില്ല. അതായത് അവർ അന്ന് ജനറൽ ബോഡിയിൽ ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കുക, അംഗത്തോടൊപ്പം രാജിവെക്കുക എന്ന് പറഞ്ഞെങ്കിലും ഔദ്യോഗികമായ ഒരു മെയില് ഈ അമ്മ ജനറൽ സെക്രട്ടറിക്ക് അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ അഡ്ഹോക് കമ്മിറ്റി കൂടിയിരുന്നു. ആ ഘട്ടത്തിൽ രമേശ് പിഷാരടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ. അദ്ദേഹം പറഞ്ഞത് അവർ ഔദ്യോഗികമായി അങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഗണേഷ് കുമാറെ പോലുള്ള മുതിർന്ന താരങ്ങൾ വ്യക്തമാക്കുന്നത് ജനറൽ ബോഡിക്ക് മുമ്പാകെ അത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ സ്വാഭാവികമായി ആ രാജി അത് പ്രാബല്യത്തിൽ വരും, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, മറ്റേത് സാങ്കേതികത്വം മാത്രമാണെന്നാണ്. എന്നാൽ ശ്വേത അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. തന്റെ നിരപരാധിത്വം തനിക്ക് തെളിയിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് ആരോപണങ്ങൾ ശ്വേതയുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട്, കണക്കുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു. ആ ആരോപണങ്ങളൊക്കെ തനിക്ക് തെളിയിക്കാനുണ്ട്. തനിക്കെതിരെ നടന്നൊരു കൃത്യമായ അജണ്ട അല്ലെങ്കിൽ അജണ്ട നടപ്പാക്കലാണ് അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയാണ് എന്ന് ശ്വേത വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയിലെ പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. അഡ്ഹോക് കമ്മിറ്റി ശ്വേത എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതില്ല. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ കോടതി വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് വിധി പറയുന്നത്. റിമാൻഡിൽ തുടരുന്ന ജിതിൻ വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. വടകര കോടതി 2 തവണ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. ജാമ്യം അനുവദിച്ചാൽ കേസിലെ നിർണായക ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം ഇതേ കേസിൽ പ്രതിയാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ഹർജിയും കോടതി ഇന്ന് പരിഗണിക്കും. പത്തനംതിട്ട കൊക്കാത്തോട് കാട്ടാത്തി ഉന്നതിയിലെ ആദിവാസി മൂപ്പൻ മോഹൻദാസിനെ കാണാതായതിൽ കോന്നി പോലീസിനും സിഐക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി KU ജനീഷ് കുമാർ. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കൈക്കൂലി വാങ്ങിയെന്ന മൂപ്പന്റെ കുടുംബത്തിന്റെ ആരോപണം അതീവ ഗൌരവമുള്ളതാണെന്നും ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്നും MLA ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പറോടും ഊരുമൂപ്പനോടും കോന്നി CI മോശമായി പെരുമാറിയ സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നും ജനീഷ് കുമാർ പറഞ്ഞു. ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്ത് മെമ്പറെ കൂട്ടിയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്. മെമ്പർക്ക് ഇവിടെ എന്താണ് കാര്യം എന്നാണ് അന്നത്തെ CI ചോദിച്ചതെന്നാണ് മെമ്പറും കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞത്. അന്ന് തന്നെ ഊരുമൂപ്പനോട് മോശമായി സംസാരിച്ചിരുന്നു എന്ന് അവർ പറയുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും വിളിച്ചതിന് ശേഷമാണ് പൈസ ആവശ്യപ്പെട്ടതും പൈസ വാങ്ങിയതും പരിഹരിച്ചെന്ന് അറിയിച്ചതും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിലൊരു ദുരൂഹത നമ്മൾ ഉൾപ്പെടെ സംശയിക്കുന്നത് പഞ്ചായത്ത് മെമ്പറുമായി തലേ ദിവസം ചെന്നപ്പോൾ മെമ്പർക്ക് ഇവിടെ എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് അന്നത്തെ CA മാറി. അപ്പോൾ അതെന്തായാലും ഗൗരവകരമായ ഒരു പ്രശ്നമാണ്. ആ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകും. അതിന് ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം ഉണ്ടാവണം. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SIT മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയെയും ഗോപാൽ റാവുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രാമക്ഷേത്രത്തിലെത്തിയാണ് അന്വേഷണ സംഘം ഇരുവരെയും ചോദ്യം ചെയ്തത്.
ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ക്ഷേത്ര ജീവനക്കാരുടെ നിയമനം എന്നിവ സംബന്ധിച്ച രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാട് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, സർക്കാരിനെതിരെയും BJPക്കെതിരെയും കോൺഗ്രസും പ്രതിപക്ഷവും വലിയ ആരോപണം ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം മാറുന്നത് സംബന്ധിച്ച ചർച്ചകളും വാർത്തകളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിലെന്തെങ്കിലും തീരുമാനമുണ്ടായിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ദിൽന. ഈ രാമക്ഷേത്രത്തിലെ ഭണ്ഡാരക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പുതിയ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയെയും ഗോപാൽ റാവുവിനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇതുകൂടാതെ ക്ഷേത്രത്തിലെ ട്രസ്റ്റി അംഗങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരുടെ ഇടപാടുകൾ അടക്കമുള്ള രേഖകൾ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുകയാണ്. ക്ഷേത്രത്തിൽ നടത്തിയ നിയമനം, അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട്. ഇത് വളരെ ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു തട്ടിപ്പ് ആണോ എന്ന തരത്തിലുള്ള സൂചനകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. നിയമനത്തിനുൾപ്പെടെ ഈ ട്രസ്റ്റ് അംഗങ്ങളുടെ ബന്ധമുള്ള ആളുകളെ ഉപയോഗിക്കുകയും ഇത്തരത്തിൽ ആസൂത്രിതമായി ഈ കൊള്ള നടപ്പാക്കിയതാണോ എന്നുള്ള സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാങ്ക് രേഖകളും നിയമന രേഖകൾ അടക്കമുള്ള രേഖകൾ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. അതിനിടെ ഈ ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഉള്ളിലെ ഭിന്നതയും അതീവ രൂക്ഷമായിരിക്കുകയാണ്. ട്രസ്റ്റിയായ ദിനേന്ദ്ര ദാസ് മുൻ ഭാരവാഹി ഗോപാൽ റാവുവിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുഴുവൻ തെറ്റും ഗോപാൽ റാവുവിൻ്റെതാണ് എന്നും ഒപ്പം തന്നെ ഗോപാൽ റാവു ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുമുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് കേസ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബൽറാം, നമുക്കിപ്പോ ആവേശകരമായ ഒരു വാർത്ത സ്പോർട്സ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ക്രൊയേഷ്യക്കെതിരെ ഒരു ഗോൾ കൂടെ അടിച്ചിരിക്കുകയാണ് പോർച്ചുഗൽ. അനിൽ വാസുദേവ് ഉണ്ട് ഇപ്പോൾ കാണുന്നത്. കോഴിക്കോട് നിന്നുള്ള ആവേശമാണ്. അനിലെ, നമ്മുടെ ആ ബ്രസീൽ ജപ്പാൻ മത്സരത്തിന് സമാനമായ ഒരു മത്സരമായിട്ട് ഇതും പോകുന്നു. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഈ ഘട്ടത്തിൽ നിർണായക ലീഡ് എടുത്തിരിക്കുകയാണ് പോർച്ചുഗൽ. ഒരുപക്ഷെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുമോ എന്ന് സംശയിച്ചിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 94-ാം മിനിറ്റിൽ, അതായത് നിശ്ചിത സമയത്തിൻ്റെ അധിക സമയത്ത് ആഡ് ഓൺ ടൈമിൽ 94-ാം മിനിറ്റിൽ റാമോസ് ആണ് ഇപ്പോൾ പോർച്ചുഗലിനായി ആ വിജയ ഗോൾ എന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന ആ ഗോൾ നേടിയിരിക്കുന്നത്. ഒരുപക്ഷെ വിജയ ഗോൾ ആയേക്കാവുന്ന ആ ഗോൾ നേടിയത്. 10 മിനിറ്റാണ് ആകെ ആഡ് ഓൺ ടൈമായി കൊടുത്തിരിക്കുന്നത്. അതിൽ 4 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് റാമോസ് ഗോൾ അടിച്ചത്. കഴിഞ്ഞ ലോകകപ്പിൽ റൊണാൾഡോയുടെ പകരക്കാരനായൊക്കെ തന്നെ ഇറങ്ങി പിന്നീട് ഹാട്രിക് ഒക്കെ നേടിയ റാമോസ് വീണ്ടും റൊണാൾഡോയുടെ പൊസിഷനിലേക്ക് വന്നപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. അല്ലെങ്കിൽ ടീമിനായി നിർണായക ഗോൾ ഇപ്പോൾ നേടിയിരിക്കുന്നു. ഇതിലൂടെ റൊണാൾഡോയുടെ തന്നെ ലോകകപ്പ് സ്വപ്നം അത് സാധ്യമാക്കുന്നു, ഇല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. ഇനി തിരിച്ചടിക്കുമോ ക്രൊയേഷ്യ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാം പകുതി മുതൽ തുടരെ ക്രൊയേഷ്യയുടെ ആക്രമണമാണ് കണ്ടത്. അവരാണ് ഒന്നുകൂടി ബെറ്റർ കളി കളിച്ചത്. പക്ഷേ ആദ്യ ഗോൾ നേടിയതും ഒക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ 2 ഗോൾ കൺസൈഡ് ചെയ്യാണ്. ഇനി ഒരു ഗോൾ കൂടി തിരിച്ചടിച്ച് ക്രൊയേഷ്യയ്ക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനാകുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ക്രൊയേഷ്യ ഒരു കൗണ്ടറിലൂടെയും അല്ലെങ്കിൽ തിരിച്ചടിച്ച് മത്സരം വീണ്ടും സമനിലയിലാക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി പോർച്ചുഗൽ വല്ലാത്ത രീതിയിൽ ഇനി പ്രതിരോധിക്കുകയും ആ ഒരു ഗോൾ, ആ ക്വഷൻ അല്ലെങ്കിൽ ആ ലീഡ് അത് നിലനിർത്താനുള്ള ശ്രമം തന്നെയായിരിക്കും. കിട്ടിയ അവസരത്തിൽ ലീഡ് ഉയർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ നിർണായക ഗോൾ വന്നിരിക്കുന്നു. പിന്നിൽ നിന്ന് പൊരുതി കയറി ഇപ്പോൾ 2 ഗോളിൻ്റെ ലീഡാണ്, അല്ലെങ്കിൽ 2-1 ലീഡ്, നിർണായക ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. പോർച്ചുഗലിനെതിരെ അവരുടെ ഗോൾ മുഖത്തേക്ക് നിരന്തരം ആക്രമിക്കുന്ന ക്രൊയേഷ്യൻ ടീമിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അവർക്കൊരു ഗോൾ അവസരം കൂടി വരുന്നുണ്ട്. പക്ഷേ അത് പോർച്ചുഗൽ വലിയ രീതിയിൽ ഇപ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക താരങ്ങളും പോസ്റ്റിനകത്തേക്ക് വന്ന് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ക്രൊയേഷ്യൻ താരങ്ങളും പോർച്ചുഗൽ ഗോൾ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരം തീരാൻ ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ 10 മിനിറ്റായി ആഡ് ഓൺ ടൈമിൽ നിന്ന് ഇനിയൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പോർച്ചുഗൽ വലിയ രീതിയിൽ കോട്ട കെട്ടി തന്നെ അവരുടെ ഇത് കാണുന്നു. നേരത്തെ 4 ഡിഫൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 6-ലേക്കോ 7-ലേക്കോ ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമങ്ങളും പോർച്ചുഗൽ നടത്തുന്നുണ്ട്. ഒരു ഗോൾ കൂടി നേടി വിജയം ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കും പോർച്ചുഗലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്.
അതേസമയം തിരിച്ചടിച്ച് എങ്ങനെയും മത്സരത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അവരുടെ ഇതിഹാസ താരം ലുക്ക മോഡ്രിച്ച് അദ്ദേഹത്തിന് അർഹിച്ചൊരു യാത്രയപ്പോൾ അത് ഈ റൗണ്ട് ഓഫ് 32-ൽ വീണുകൊണ്ടാവരുത് എന്ന് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു ഇതിഹാസം റൊണാൾഡോയ്ക്ക് അദ്ദേഹം ജീവൻ നീട്ടിയെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകകപ്പിലെ ആ ലോകകപ്പ് എന്ന വലിയ സ്വപ്നം അതിലേക്ക് ഒരു പടി കൂടി കിടക്കുന്നു എന്നുള്ളത് തന്നെ. റൊണാൾഡോയുടെ ഗോളിലാണ് പോർച്ചുഗൽ ഒപ്പം എത്തിയത്. നോക്കൗട്ട് ഘട്ടത്തിൽ ഇന്നേ വരെ ഗോൾ നേടിയിട്ടില്ല എന്നുള്ള വലിയ ചീത്തപ്പേരൊക്കെ മാറ്റിക്കൊണ്ട് അതൊരു പെനാൾട്ടി ഗോൾ ആയിരുന്നെങ്കിൽ പോലും റൊണാൾഡോ അങ്ങനെ ആ ചീത്തപ്പേര് മാറ്റിക്കൊണ്ട് പോർച്ചുഗലിനെ ഒപ്പം രീതിയിൽ ഇപ്പോൾ പോർച്ചുഗൽ 2-1 മുന്നിലാണ് ക്രൊയേഷ്യയോട്. ഇനി ആദ്യ ടൈം അവസാനിക്കാൻ ഏതാണ്ട് 2 മിനിറ്റ് മാത്രമാണുള്ളത്. ഇതൊരു എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാതിരിക്കാൻ തന്നെയാണ് പോർച്ചുഗൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ കൃത്യമായ മുന്നേറ്റം നടത്തി ഒപ്പത്തിനൊപ്പം എത്താനും പിന്നീട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകാനും ക്രൊയേഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോഴിക്കോട് അവിടെ ആ അവസാന നിമിഷങ്ങളിൽ ഈ മത്സരം അവസാനിക്കുന്നതിൻ്റെ ആ പിരിമുറുക്കം പ്രേക്ഷകരുടെ കാണികളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, മത്സരം കഴിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സ്കോർ 2-1 തന്നെയാണ് എങ്കിൽ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച? തീർച്ചയായിട്ടും ദിൽന, പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയാണ്, വലിയ സന്തോഷവുമുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ ഇതിഹാസ താരം അത് ഇത്തവണ പ്രീ ക്വാർട്ടറിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു ആവേശം എന്തായാലും ഉണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ നിരാശയുണ്ടായിരുന്നു. കാരണം ആദ്യ ഗോൾ നേടിയത് ക്രൊയേഷ്യയാണ്. അതുകൊണ്ട് തന്നെ വലിയ നിരാശയുണ്ടായിരുന്നു. വരും മണിക്കൂറുകളിൽ, വരും മിനിറ്റുകളിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചു. അതിന് പിന്നാലെ മറ്റൊരു ഗോൾ കൂടി പോർച്ചുഗലിൻ്റെതായി വരുന്നു. ഇനി കളി അവസാനിക്കാൻ കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു ആവേശം ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമല്ല. എന്ത് തോന്നുന്നു? നീ ക്രൊയേഷ്യ ഫാൻ? ക്രൊയേഷ്യ ഫാൻ? എന്തായാലും ദിൽന, ഈ അവസാന മിനിറ്റുകളിൽ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ഈ ഫാൻസ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് എക്കാലത്തേക്കും ഓർത്തു വെക്കാനുള്ള ഒരു ദിനമാണ് ഇന്ന്. അത് ഇതിഹാസ താരമായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയോ അതോ ക്രൊയേഷ്യയുടെ പടനായകനായിട്ടുള്ള ലൂക്ക മോഡ്രിച്ചോ എന്നുള്ളതാണ്. അതിലൊരാൾ ഇന്ന് ഈ ഒരു കളം വിടും എന്നുള്ളത് വലിയ വേദനയുള്ള കാര്യം തന്നെയാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. മത്സരം അതിന്റെ അവസാന മിനിറ്റിലേക്കാണ്. അത് ഏത് നിമിഷവും ഇനി ആ ഫൈനൽ വിസിൽ മുഴങ്ങാം. ആ പിരിമുറക്കം ആ കാണാനിരിക്കുന്ന കാണികളുടെ മുഖത്തുണ്ട്. ഒരുപക്ഷെ ആ വിസിൽ കാത്തിരിക്കുകയാണ് അവർ. ഇതാ അത് കഴിഞ്ഞാൽ അവരുടെ ടീമിന്റെ വിജയം അവർ ആഘോഷിക്കും. അതുവരെ ഇനി മറിച്ചൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ അവർ ഇരിക്കുകയാണ്. ആ ആകാംക്ഷ അല്ലെങ്കിൽ ആ പിരിമുറുക്കം അവരുടെ മുഖത്തുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നുണ്ട്. അനിലെ, ഈ ക്രൊയേഷ്യ ചെറിയൊരു ടീമല്ല. 98 ലോകകപ്പിലെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും അവർ മികച്ച പ്രകടനമാണ്. ആദ്യ ഗോൾ അടിക്കുന്നു. പക്ഷേ ആ ഒരു ബ്രസീൽ ജപ്പാൻ മത്സരത്തിൻ്റെ തനിയാവർത്തനമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഇതും പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത്ഭുതങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? ഇനി ഒരു അത്ഭുതം പിറക്കുമോ എന്നുള്ളത് വലിയ രീതിയിൽ സംശയിക്കുന്നു. കാരണം ആഡ് ഓൺ ടൈമായി നൽകിയിരിക്കുന്ന 10 മിനിറ്റും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് പിന്നിട്ട് ഏത് നിമിഷവും ആ ഫൈനൽ വിസിൽ മുഴങ്ങാം എന്നുള്ളത് തന്നെയാണ്. ക്രൊയേഷ്യയ്ക്ക് മുന്നിൽ ഇപ്പോൾ 2 അവസരങ്ങൾ കൂടി വന്നു. പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ്. പറങ്കിപ്പട ഏതാണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാൻ പോകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ നിർണായക ഗോൾ നേടിയത് ഗോൺസാലോ റാമോസ് ആണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഹാട്രിക്കുമായി ടീമിനെ ജയത്തിലേക്കൊക്കെ നയിച്ച, അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മുന്നേറ്റത്തിൽ വലിയ സഹായിച്ച ഗോൺസാലോ റാമോസ് ഒരിക്കൽ കൂടി രക്ഷയ്ക്കെത്തുന്നു. ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്കോ ഇല്ലെങ്കിൽ പെനാൽറ്റിയിലേക്കോ പോകുമ്പോൾ റൊണാൾഡോയ്ക്കും സംഘത്തിനും വലിയ പെനാൽറ്റി ടേക്കേഴ്സ് അല്ലെങ്കിൽ നല്ലതുണ്ടെങ്കിൽ പോലും മറുവശത്തെ ലിവാക്കോവിച്ചിനെ പോലെ ഷോർട്ട് സ്റ്റോപ്പേഴ്സിൽ നല്ല മികച്ച റെക്കോർഡുള്ള ഒരു താരമുള്ളത് വലിയ ആശങ്ക പോർച്ചുഗൽ പറങ്കിപ്പടയ്ക്ക് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ക്രിസ്ത്യനെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രസീലിൻ്റെ മത്സരത്തിന് സമാനമായി ആദ്യം ലീഡ് വഴങ്ങുന്നു, പിന്നീട് 2 ഗോൾ തിരിച്ചടിച്ച് കയറി വരുന്നു. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ സമീപകാലത്ത് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. 2018 ഫൈനലിസ്റ്റുകളാണ്. 2022 ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. അവരൊരു അണ്ടർ ഡോഗ്സ് എന്നോ ഏതെങ്കിലും തരത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. കാരണം സമീപകാലത്തൊക്കെ തന്നെ ഇത്രമേൽ ലോകവേദിയിൽ ഇത്രമേൽ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന ടീമുകൾ വളരെ കുറവാണ്. ക്രൊയേഷ്യയും ലുക്ക മോഡ്രിച്ചിനെയും
ആ ടീമിനെ നമുക്ക് ഏതാണ്ട് കൺസിസ്റ്റൻ്റായി കളിക്കുന്നുണ്ടെന്ന് നല്ല ടീമെന്ന് തന്നെ വിളിക്കാം. ഏത് നിമിഷവും ആ ഫൈനൽ വിസിൽ മുഴുകും. റൊണാൾഡോയും തൻ്റെ ടീംമേറ്റ്സും ആ ഫൈനൽ വിസിലിനായി ആ ടച്ച് ലൈനടുത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ആ ഫൈനൽ വിസിൽ മുഴുങ്ങിയാൽ റൊണാൾഡോയുടെ ആ ആഘോഷം അതിനു വേണ്ടി തന്നെയായിരിക്കും കാത്തിരിക്കുന്നുണ്ടാവുക ആരാധകർ. എന്തായാലും റൊണാൾഡോയെ സംബന്ധിച്ചോളം പേഴ്സണലി ഒരു മൈൽ സ്റ്റോൺ കൂടിയായിരുന്നു. ഇന്നേ വരെ ലോകകപ്പിൻ്റെ നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു ഗോൾ നേടിയിട്ടില്ല എന്ന വലിയൊരു ചീത്തപ്പേരുണ്ടായിരുന്നു. മെസ്സി ആവട്ടെ എല്ലാ നോക്കൗട്ട് മത്സരങ്ങളിലും ഗോൾ നേടിയ താരമെന്നൊക്കെ തന്നെ തരത്തിലുള്ള റെക്കോർഡുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ എതിരാളിയായി കണക്കാക്കുന്ന റൊണാൾഡോയ്ക്ക് അങ്ങനെ ഒരു അവസരം, വലിയ ലോകത്തെ ഏറ്റവും വലിയ ഗോൾ അടിച്ച ആളെങ്കിൽ പോലും അങ്ങനെ ഒരു അവസരമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടമില്ല എന്നുള്ളത് വലിയ ചീത്തപ്പേരായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ കൂടി റൊണാൾഡോയ്ക്ക് സാധിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതപ്പം മറ്റൊരു ഗോൾ അടിച്ചിരിക്കുകയാണ്. പക്ഷെ അത് ക്രൊയേഷ്യ ഒപ്പം എത്തിയിരിക്കുന്നു. മത്സരത്തിന്റെ എക്സ്ട്രാ ടൈമിന്റെ 12-ാം മിനിറ്റിൽ ഒരു ഗോൾ മടക്കിയിരിക്കുകയാണ്. 2-2. എന്തായാലും പോർച്ചുഗൽ ആരാധകർക്ക് മറ്റൊരു നിരാശ വരുന്നു കാഴ്ചയാണ് കാണുന്നത്. ഗോൾ മുഖത്തെ ആ ഷെയ്ക്കി ഡിഫൻസ്, അത് അതിന്റെ അവസരം മുതലെടുത്തുകൊണ്ട് ക്രൊയേഷ്യ ഒപ്പം എത്തിയിരിക്കുന്നു. പോർച്ചുഗൽ കാത്തിരിക്കണം, റൊണാൾഡോ കാത്തിരിക്കണം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു. വാർ പരിശോധന ഉണ്ടാകും. ആ വാറിൽ ഗോൾ ഡിസലവ് ചെയ്യുകയാണെങ്കിൽ മാത്രം പോർച്ചുഗലിനെ ആശ്വസിക്കാം. പക്ഷേ ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത് ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ജീവൻ നീട്ടിയെടുക്കുന്നു, എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടിയെടുക്കുന്നു. ജോസ്കോ ഗാഡിയോളാണ് ആ ഗോൾ നേടിയതെന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ജോസ്കോ ഗാഡിയോളിന് അങ്ങനെയെങ്കിൽ വലിയൊരു റിഡംഷൻ ആയിരിക്കും. കഴിഞ്ഞ അത് ഓഫ് സൈഡ് ആകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 2 താരങ്ങൾ ആ ഘട്ടത്തിൽ മുന്നിലുണ്ട്. അത് ഗോൾ ഡിസൽവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ആ പോർച്ചുഗൽ താരത്തിൻ്റെ തലയിൽ തട്ടിയാണ്, അതുകൊണ്ട് ഇത് ഗോളായി തന്നെയായിരിക്കും പരിഗണിക്കുക. എന്തായാലും അവസാനം തട്ടിയത് വേഗയുടെ തലയിൽ തട്ടിയായതുകൊണ്ട് ഈ ഗോൾ അത് ക്രൊയേഷ്യയ്ക്ക് അനുകൂലമായി വിധിക്കാൻ തന്നെയാണ് നമ്മൾ സാധ്യത കാണുന്നത്. അപ്പോൾ 2-2 എന്ന കാര്യത്തിൽ സ്കോർ വരുന്നു. ഇനി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നു എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ആ വാർ പരിശോധനത്തിൽ തന്നെ ഗോൾ ലൈൻ പരിശോധനയിൽ അത് ഒരു ഓഫ് സൈഡ് ആകുമ്പോൾ 2 താരങ്ങൾ ക്രോട്ട് താരങ്ങൾ ഗോൾ ലൈൻ അപ്പുറത്ത് അല്ലെങ്കിൽ ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷേ അവസാനം ആ പന്ത് തട്ടിയത് പോർച്ചുഗീസ് താരം വേഗയുടെ തലയിലാണ്, പോർച്ചുഗീസ് ഡിഫൻഡറുടെ തലയിലാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഗോളായി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മത്സരം ഇപ്പോൾ ഒരു ഗോൾ ചെക്ക് നടത്തുന്നുണ്ട്, വാർ പരിശോധന നടത്തുന്നുണ്ട്. അതിൽ എന്തായാലും തീരുമാനമാകും. അവസാനമായി ആരുടെ തലയിലാണ്, പോർച്ചുഗീസ് താരത്തിൻ്റെ തലയിൽ തട്ടിയാണെങ്കിൽ ഈ ഗോൾ അലോ ചെയ്യും. അല്ലാത്ത പക്ഷം ആ ഗോളിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ എങ്ങനെയാണ് തീരുമാനം വരുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു നിർണായക മൊമെൻ്റാണ് ഈ മത്സരത്തിലെ. പോർച്ചുഗലിനാണോ അതോ ക്രൊയേഷ്യയുടെ ആശ്വാസമാണോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ മത്സരം ഇവിടെ അവസാനിക്കുന്നില്ലെങ്കിൽ, ഇത് ഗോൾ അല്ലെങ്കിൽ മത്സരം ഇവിടെ അവസാനിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഗോളാവുകയാണെങ്കിൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളും. പറങ്കിപ്പടയ്ക്ക് വലിയ ആശ്വാസമാകും. ഈ ഒരു ഘട്ടത്തിൽ പന്ത് ഹെഡ് ചെയ്യുന്ന സമയത്ത് 2 പോർച്ചുഗീസ് ഒരു പോർച്ചുഗീസ് താരം അവിടെ ഗോൾ ലൈനാണ്. എന്തായാലും ആ ഗോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്, വാർ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഗോളി അത് ആ വിധി നിർണ്ണയിക്കാൻ പോവുകയാണ്. വാർ പരിശോധനയ്ക്ക് ശേഷമുള്ള അത് ഗോൾ ഡിസലവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മത്സരം അത് പോർച്ചുഗലിന് അനുകൂലമായിട്ടാണ് വാർ പരിശോധന വന്നിരിക്കുന്നത്. ഓഫ് സൈഡ് വിധിച്ചിരിക്കുന്നു. എന്തായാലും പോർച്ചുഗലിന് വലിയ ആശ്വാസം. ക്രൊയേഷ്യയ്ക്ക് നിരാശയുടെ നിമിഷം. അവർക്ക് കിട്ടിയ ഒരു ഗോൾ അത് ഡിസലവ് ചെയ്യുന്നു. വാർ പരിശോധനയിലൂടെ ഗോൾ നിഷേധിക്കപ്പെടുന്നു. റൊണാൾഡോയ്ക്കും സംഘത്തിനും വലിയ ആശ്വാസത്തിൻ്റെ നിമിഷം. പറങ്കിപ്പടയ്ക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മതി അവരുടെ പ്രീ ക്വാർട്ടർ ഉറപ്പിക്കാൻ. ഇനിയൊരു ഗോൾ, ഇതിൽ നിന്ന് മറ്റൊരു ഗോൾ വരുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ലൂക്ക മോഡ്രിച്ചിന്റെ നിരാശ കാണാം. വാർ പരിശോധനയ്ക്ക് ശേഷം റഫറി വന്ന് ആ തീരുമാനം അറിയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ എതിർപ്പ് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അത് മറക്കാൻ പറ്റാത്ത അടുത്ത 4 കൊല്ലവും വലിയ വിങ്ങലായി മാറിയേക്കാവുന്ന ഒരു നിമിഷമാണ്. അവരുടെ 15-ാം നമ്പർ താരം ഓഫ് സൈഡായി മാറുന്നു. അവിടെ നിന്നാണ് ജോസ്കോ ഗോഡിയോള ആ ഗോൾ അടിക്കുന്നത്. പക്ഷേ അത് ഡിസലവ് ചെയ്യുന്നു. ലൂക്ക മോഡ്രിച്ചിന് അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പാണ്. 40-കാരനായ മോഡ്രിച്ചിന് ലോകകപ്പ് എന്ന സ്വപ്നം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്. 2018 ലോകകപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയ താരമാണ് റൊണാൾഡോയ്ക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഒപ്പം അവരുടെ ആ വലിയ ബലന്തോർ നേട്ടങ്ങൾക്കിടയിൽ, അവരുടെ ആ ഒരു തുടർച്ചയായി നേടുന്നതിനിടയിലൊക്കെ തന്നെ മറ്റൊരു താരം ബലന്തോർ നേടുന്നത് ലുക്ക മോഡ്രിച്ച് ആയിരുന്നു. അങ്ങനെ ഒരു ഇതിഹാസങ്ങളുടെ കൂട്ടത്തിൽ പേര് വയ്ക്കാവുന്ന ലുക്ക മോഡ്രിച്ചിന് അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പ് റൗണ്ട് ഓഫ് 32-ൽ അവസാനിപ്പിച്ച് മടങ്ങേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 ലോകകപ്പിലും മില്യം പ്രകടനം കാഴ്ചവെച്ച ക്രൊയേഷ്യ ഇത്തവണ ആദ്യ നോക്കൌട്ട് പോരാട്ടത്തിൽ പുറത്താവുന്നത് വലിയ തിരിച്ചടിയാണ്. ഈ ലോകകപ്പിൽ എത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞിരുന്നു. ഏറ്റവും മികച്ച ടീമെന്ന് പോലും പറയാൻ കഴിയില്ല.
കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നത് ഇവാൻ പെരിസിച്ചിനെയും ലൂക്ക മോഡ്രിച്ച് എന്ന ആ മാന്ത്രികനയിൽ തന്നെയായിരുന്നു. ഒരുപിടി യുവതാരങ്ങളും ആ ടീമിലുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പോർച്ചുഗലിനെ പോലൊരു ടീമിനെ വിറപ്പിച്ച ശേഷമായിരിക്കും ഒരു പക്ഷേ ഈ മത്സരത്തിന് അവർക്ക് അനുകൂലമായിട്ടല്ല, അല്ലെങ്കിൽ ഇനിയൊരു ഗോൾ വന്നില്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടായിരിക്കില്ല ഈ മത്സരഫലം വരുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. ദീർഘനിശ്വാസത്തോടുകൂടി റൊണാൾഡോ വീണ്ടും ആ ബെഞ്ചിലേക്ക്, ആ ചെയറിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നു. റൊണാൾഡോയ്ക്ക് വലിയ നിരാശയായിരുന്നു ഗോൾ അനുവദിച്ച ഘട്ടത്തിൽ. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം മത്സരം ആഡ് ഓൺ ടൈം 10 നിന്ന് 17 പോകുമ്പോൾ റൊണാൾഡോ എങ്ങനെയായിരിക്കും വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ വിജയങ്ങളെ ആഘോഷിക്കുന്ന താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ ഈ മൊമെൻ്റ് അദ്ദേഹത്തിന് ഒരു ലോകകപ്പ് നേട്ടത്തോളം പോലെ തന്നെ റൊണാൾഡോ ആഘോഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് തോറ്റിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ തോറ്റിരുന്നെങ്കിൽ ഇനിയൊരു ലോകകപ്പ് റൊണാൾഡോയ്ക്ക് ഉണ്ടാവില്ല, ഇനിയൊരു ലോകകപ്പ് മത്സരം ഉണ്ടാവില്ല. തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ലോകകപ്പ് എന്നുള്ളത് അദ്ദേഹത്തിന് പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ 2-1 എന്ന സ്കോറിൽ പോർച്ചുഗൽ മുന്നിട്ട് നിൽക്കുന്നു. അവർക്ക് അനുകൂലമായി ഒരു വാർ പരിശോധനയിലെ റിസൾട്ട് വരുന്നു. ഇതാണ് 15-ാം നമ്പർ താരം ഓഫ് സൈഡായി വിധിക്കുന്നതോടുകൂടിയാണ്. പക്ഷേ അതിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. അവസാന ടച്ച് വരുന്നത് ഒരു പോർച്ചുഗീസ് താരത്തിൻ്റെ വേഗയുടെ തലയിൽ തട്ടിയല്ലേ എന്ന തരത്തിലൊക്കെ തന്നെ വിമർശനങ്ങൾ ഉയർന്നേക്കാം. ഈ ലോകകപ്പിൽ പല മത്സരങ്ങളിലും ഈ റഫറിങ് പിഴവുകൾ ധാരാളമായി വരുന്നു. മെസ്സിക്ക് റെഡ് കാർഡ് കൊടുത്തില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ജർമ്മനിയുടെ ഗോൾ ഡിസലവ് ചെയ്തത് കഴിഞ്ഞ മത്സരത്തിലെ കോങ്കോയ്ക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പല ഘട്ടത്തിലും ഈ വാർ പരിശോധനയോ ഇല്ലെങ്കിൽ റഫറിങ് പിഴവുകളെക്കുറിച്ചൊക്കെ തന്നെ ധാരാളം പരാതികൾ ഉയർന്നതാണ്. അവിടേക്ക് കൂടി വരുന്ന എന്തായാലും ഒരു വിവാദ തീരുമാനം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. വലിയ ചർച്ചകൾ ഇക്കാര്യത്തിലും ഉണ്ടാകും. പക്ഷേ ഈ മൊമെൻ്റ് അത് പോർച്ചുഗലിൻ്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും തന്നെയായി മാറുകയാണ്. ഇനിയൊരു ഗോൾ എന്തായാലും മാറുമോ എന്നുള്ളത് അറിയില്ല. റഫറി ഏത് നിമിഷവും ഫൈനൽ വിസിൽ മുഴങ്ങാം. പറങ്കിപ്പട പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാൻ, അല്ലെങ്കിൽ അത് ഉറപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വാറിനടക്കം ഉപേക്ഷിച്ച വാർ പരിശോധനയ്ക്കടക്കം ഉപയോഗിച്ച ആ സമയം അതുകൂടി എന്തായാലും ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൽ വിസിൽ മുഴങ്ങുള്ളൂ. 10 മിനിറ്റ് ആഡ് ഓൺ ടൈം ഒരു 20 മിനിറ്റിലേക്കൊക്കെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, പോർച്ചുഗൽ മുന്നോട്ട്. പറങ്കിപ്പട പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുന്നു. 2-1 മിന്നും ജയത്തോടുകൂടി ക്രൊയേഷ്യയെ തകർത്തുകൊണ്ട്, ക്രൊയേഷ്യയെ തോൽപ്പിച്ചുകൊണ്ട്, ക്രൊയേഷ്യയെ മറികടന്നുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പ് എന്ന തൻ്റെ വലിയ സ്വപ്നത്തിലേക്ക് ജീവൻ നീട്ടിയെടുക്കുന്ന കാഴ്ച. ഒരു സ്ഥലത്ത് വലിയ ആഹ്ലാദമെങ്കിൽ ക്രൊയേഷ്യയ്ക്ക് നിരാശയുടെ, സങ്കടത്തിൻ്റെ നിമിഷമാണ്. ഒരു ഇതിഹാസം മുന്നോട്ടെങ്കിൽ മറ്റൊരു ഇതിഹാസത്തിന് ഇത് അവസാന ലോകകപ്പായി മാറുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം പോലും ആയേക്കാം ഈ മത്സരം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ലൂക്ക മോഡ്രിച്ച് കഴിഞ്ഞ 2 ലോകകപ്പുകളിലും വല്ലാതെ ടീമിനായി ആ വലിയ കിരീടം എന്ന നേട്ടത്തിലേക്ക് ശ്രമിച്ചതാണ്, പരമാവധി ശ്രമിച്ചതാണ്. ഒരു തവണ ഫൈനലിലും മറ്റൊരു തവണ സെമി ഫൈനലിലും ടീമിനെ എത്തിച്ചതാണ്. പക്ഷേ ഇത്തവണ ക്രോട്ടുകൾ ആദ്യ നോക്കൗട്ട് പോരാട്ടത്തിൽ റൗണ്ട് ഓഫ് 32 തന്നെ വീണു പോകുന്ന കാഴ്ച. റൊണാൾഡോയ്ക്കും പോർച്ചുഗലിനും വലിയ ആശ്വാസം. ക്രൊയേഷ്യ പോലൊരു ടീമിനെതിരെ നിറം മങ്ങിയ ജയമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പറങ്കിപ്പടയുടെ ആ തിരിച്ചുവരവ്, അത് വലിയ തിരിച്ചുവരവ് തന്നെയായിരുന്നു. ആദ്യം ഗോൾ വഴങ്ങുന്നു, പിന്നീട് 2 ഗോൾ വരുന്നു. അതിലൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി ഗോൾ, ഏറ്റവും ഒടുവിൽ ഗോൺസാലോ റാമോസിൻ്റെ വിജയ ഗോൾ, അതും എക്സ്ട്രാ ടൈമിൽ മത്സരത്തിൻ്റെ 94-ാം മിനിറ്റിലെ ആ ഗോളിലൂടെ മത്സരം പിടിച്ചെടുക്കുന്ന കാഴ്ച. 2 ഇതിഹാസങ്ങൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 2 മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും 2 ഇതിഹാസങ്ങൾ, ലൂക്ക മോഡ്രിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോയും, മാഡ്രിഡിലെ പഴയ കൂട്ടുകാർ. അത് തന്നെയായിരുന്നു ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 ഇതിഹാസങ്ങൾ ഏറ്റുമുട്ടുന്നു. അവരിൽ ഒരാൾക്ക് ലോകകപ്പിൽ വേദിയിൽ നിന്ന് പടിയിറക്കം, അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഒരുപക്ഷെയുള്ള പടിയിറക്കം എന്നുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന ടൂർണമെൻ്റ് ആയേക്കാം. ഈ ലോകകപ്പിന് ശേഷം റൊണാൾഡോ വിരമിച്ചേക്കും എന്ന തരത്തിലുള്ള വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയൊക്കെ തന്നെ ഈ മത്സരത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ സഹോദരി പങ്കുവച്ചത്. അത് മാർക്ക അടക്കമുള്ള സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു അവസരം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അവസാന ലോകകപ്പാണ്. 41 വയസ്സായപ്പോൾ റൊണാൾഡോ ജീവൻ നീട്ടിയെടുക്കുന്ന റൊണാൾഡോയെ കാണുന്നു. റൊണാൾഡോ തന്നെ അതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ആരാധകർക്ക് കഴിഞ്ഞ മത്സരത്തിലൊക്കെ തന്നെ റൊണാൾഡോയുടെ പ്രകടനത്തിൽ വലിയ നിരാശയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ റൊണാൾഡോ ഈ മത്സരത്തിൽ ഗോൾ നേടുന്നു. അത് തന്നെയാണ് ആരാധകരെ സന്തോഷിപ്പിക്കാൻ, CR7 ആരാധകരെ ആഹ്ലാദിപ്പിക്കാൻ മറ്റെന്ത് വേണം എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. റൊണാൾഡോ വലിയ സന്തോഷത്തിലാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ അവർക്ക് പക്ഷേ ചില്ലറ എതിരാളികളല്ല, വരാനിരിക്കുന്നത് സ്പെയിനാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു വന്ന
സ്പെയിനെതിരെ. പക്ഷേ ഈ കളി പോരാ എന്നുള്ളത് തന്നെയാണ്. ലമീൻ യമാലും സംഘവും നിറഞ്ഞു കളിക്കുമ്പോൾ പോർച്ചുഗൽ ഈ ലോകകപ്പിൽ ഉസ്ബെക്കിസ്ഥാനെതിരായ ഒരു ദുർബല ടീമിനെതിരായ 5-0 ജയത്തിനപ്പുറം എന്തുണ്ട്? എല്ലാ മത്സരങ്ങളിലും 2 മത്സരങ്ങളിൽ സമനില വഴങ്ങും. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പോർച്ചുഗലും സ്പെയിനും തമ്മിൽ മുഖാമുഖം എന്നൊരു മത്സരത്തിലേക്ക് കളി വന്നിരിക്കുകയാണ്. ആ സാധ്യത വന്നിരിക്കുകയാണ്. ടൊറന്റോയിൽ നാടകീയ സംഭവങ്ങളായിരുന്നു അവസാന നിമിഷം ഉണ്ടായത്. പക്ഷേ പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘത്തിന്റെ അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, ആളുകൾ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവിടുത്തെ ആഘോഷ കാഴ്ചകൾ എങ്ങനെയാണ്? ദിൽഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരും. ക്രൊയേഷ്യ എന്ന് പറയുന്ന ചെറിയ ടീം, എനിക്ക് തോന്നുന്നു 1991 ഈ യുഗോസ്ലോവിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന് ശേഷം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ടീം സെറ്റ് ചെയ്തെടുക്കുകയും അതിനുശേഷം അവരുടെ ഒരു യാത്ര, ഓരോ ലോകകപ്പുകളിലെയും അവരുടെ ഒരു പ്രകടനം, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അവരൊരു കറുത്ത കുതിരകളായി മാറുന്നത് 1998 ലോകകപ്പിലാണ്. അപ്പോൾ ആ സമയത്ത് ക്രൊയേഷ്യ ഒന്നുമല്ല, വെറുതെ കളിച്ചു പോകാൻ വരുന്ന ഒരു ടീം എന്ന നിലയിലൊക്കെ കണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ നിന്ന് ക്രൊയേഷ്യൻ ഫുട്ബോളിൻ്റെ ഒരു വളർച്ച, ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി യൂറോപ്പിൽ മാറുമ്പോഴും അവിടുത്തെ ആ സ്പോർട്സിൻ്റെ, പ്രത്യേകിച്ച് ഈ സോക്കർ ക്ലബ്ബുകളുമൊക്കെ ആ വളർച്ച നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. എന്തായാലും പോർച്ചുഗൽ ജയിച്ചതിൽ സങ്കടമില്ല. പക്ഷേ ക്രൊയേഷ്യയുടെയും ആ ലൂക്ക മോഡ്രിച്ചിൻ്റെയും ഒരു പരാജയം നമ്മുടെ മനസ്സിൽ, അത്രയും പൊരുതിയതിനു ശേഷമുള്ള പരാജയം ഇങ്ങനെ മനസ്സിൽ നിൽക്കും. വീണ്ടും നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്ക് തന്നെയാണ്. കോഴിക്കോട്ട് ദിൽഷ തിലകനുണ്ട്. ദിൽഷ, കോഴിക്കോട് നിന്നുള്ള ആവേശം എന്താണ്? എനിക്കറിയാം കൂടുതൽ പോർച്ചുഗൽ ഫാൻസ് CR7 ഫാൻസ് ആണ്. എന്താണ് അവരുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും ദിൽന, വലിയ ആവേശത്തിൽ തന്നെയാണ്. അത് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ മിനിറ്റുകളെല്ലാം നമ്മൾ കണ്ടതാണ്. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അവസാന മിനിറ്റുകളിലെ മത്സരം അവർ ഓരോരുത്തരും കണ്ടത്. അത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്തായാലും ഈ ലോകകപ്പ് വിശ്വവേദിയിൽ നിന്ന് ആരായിരിക്കും പുറത്തു പോവുക എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ ഉയർന്ന ചോദ്യം. അതിനിപ്പോൾ ഒരു മറുപടി കിട്ടിയിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാല്ല. അണ്ണന്റെ ഒരേ ഒരു തിരിച്ചു വരുവാന്ന് മലയിൽ കാഴ്ചവെച്ച കളിയിൽ ഇനി ഒന്നും നോക്കാല്ല. കപ്പ് തൂക്കിയൊന്നും പറയാനില്ല. കപ്പ് പോർച്ചുഗലിന് തന്നെ കൺഫേം. എന്തായാലും പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ ആവേശത്തിൽ തന്നെയാണ്. എന്നാൽ ക്രൊയേഷ്യ ഫാൻസിനെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ നിരാശ തന്നെയാണ്. ലൂക്ക മോഡ്രിച്ച് എന്ന ക്രൊയേഷ്യയുടെ പടനായകൻ, അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് കൂടിയായിരുന്നു. അദ്ദേഹം ഈ വിശ്വവേദിയിൽ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് വലിയ വേദന തന്നെയാണ്. എന്നാൽ പോലും ഇവിടുന്ന് ആരാധകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ചില ലെജൻസിനെ അവർ ലെജൻഡാണ് എന്ന് തെളിയിക്കാൻ ഒരു കപ്പിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? കളി നല്ല കളിയായിരുന്നു. എല്ലാവർക്കും കാണികൾക്കെല്ലാം ആവേശകരമായി രോമാഞ്ചം വിളിക്കുന്ന കളിയായിരുന്നു. പക്ഷെ റൊണാൾഡോനെ മാറ്റിയപ്പോൾ കളിന്റെ ഗതി ആകെ മറിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ, ലാസ്റ്റ് റൊണാൾഡോ മാറ്റിയപ്പോൾ കളി ആകെ മറിഞ്ഞു. അതാണ് സംഭവിച്ചത്. എന്തായാലും പ്രീ ക്വാർട്ടറിലേക്ക് കടന്നു. അതെ. പോർച്ചുഗൽ ഫാൻ അല്ല, ഞാൻ ബ്രസീൽ ഫാനാണ്. ബ്രസീൽ ഫാൻസും ഉണ്ട്. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു. അത് കംബാക്ക്, CR7 കംബാക്ക് തന്നെയാണ്. നല്ലൊരു കളി തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കളി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി കളിയായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മൾ ക്രൊയേഷ്യ ഫാൻസിനെ ഒന്നും കാണുന്നില്ല. മുഴുവൻ പോർച്ചുഗൽ ഫാൻസ് തന്നെയാണ്. അവിടെ വലിയ രീതിയിലുള്ള ആഘോഷം അവിടെ നടക്കുന്നുണ്ട്. പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുള്ള വലിയ ആഘോഷമാണ്. വലിയ ആവേശത്തിൽ തന്നെയാണ് ഫാൻസ് ഉള്ളത്. കാരണം നമ്മൾ കണ്ടതാണ്, അവസാന മിനിറ്റ് വരെ ശ്വാസം അടക്കി പിടിച്ച് കണ്ട കളിയാണ്. മാത്രമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന താരത്തെ സംബന്ധിച്ചും വലിയ നിർണായകം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസ് എല്ലാവരും വളരെയധികം ശ്വാസം അടക്കി പിടിച്ച് ആണ് ഈ അവസാന മിനിറ്റുകളിലടക്കം കണ്ടത്. വലിയ ആവേശം നിറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു കളി? ശരി, കോഴിക്കോട് നിന്നുള്ള ആരാധകരുടെ ആവേശ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഫുട്ബോൾ ആരാധകർക്ക് ആവേശമായി പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നിട്ടുണ്ട്. ഇനി കാത്തിരിക്കുന്നത് സ്പെയിൻ പോർച്ചുഗൽ വാശിയേറിയ പ്രീ ക്വാർട്ടർ മത്സരമാണ്. വലിയൊരു തിരിച്ചുവരവ് ഇന്ന് ടൊറന്റോയിൽ കണ്ടു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് 2-1 ക്രൊയേഷ്യയെ പോർച്ചുഗൽ തോൽപ്പിച്ചത്.
ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ ഇറാൻ അംഗീകരിച്ച കപ്പൽപാത ഉപയോഗിക്കണമെന്ന ഇറാൻ സൈന്യം അല്ലാത്തപക്ഷം ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ സംയുക്ത സൈനിക കമാൻഡിന്റെ മുന്നറിയിപ്പ്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി യോഗത്തിൽ ഇറാൻ അംബാസിഡർ അമീർ സയ്യിദ് ഇറവാനി വ്യക്തമാക്കി. അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങിനിടെ ആക്രമണങ്ങൾ നടത്തരുത് എന്ന് ഇസ്രയേലിനോടും അമേരിക്കയോടും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലി ഖമനയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് വൈകിട്ട് ടെഹ്റാനിൽ തുടക്കമാകും. നാളെയാണ് ഔദ്യോഗിക പരിപാടികൾ. ആക്രമണം നടത്തിയാൽ കനത്ത വില നൽകേണ്ടി വരും എന്നാണ് ഇറാൻ സൈന്യം നൽകുന്ന മുന്നറിയിപ്പ്. അറബിക്കടലിൽ അമേരിക്കൻ ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ക്രൂവിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഹെലികോപ്റ്റർ ആക്രമിക്കപ്പെട്ടതാണോ എന്നും വ്യക്തമായിട്ടില്ല. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബഹിനെയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയെയും വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചതായി ദ ന്യൂയോർക്ക് ടൈംസിന്റെ വെളിപ്പെടുത്തൽ. ഏപ്രിൽ 12-ന് ഇസ്ലാമാബാദിലെ ചർച്ചയ്ക്ക് ശേഷം ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഗാലിബാഫ് യാത്ര ചെയ്യവേ വിമാനം ആക്രമിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പറയുന്നു. ഗാലിബാഫിന്റെ വിമാനം ഇറാനിലേക്ക് കടന്ന സമയത്ത് ഇറാഖിലൂടെ 2 ഇസ്രയേലി പോർ വിമാനങ്ങൾ ഇറാന്റെ വ്യോമാതിർത്തിയിൽ എത്തിയെന്നാണ് വിവരം. ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് അടിയന്തരമായി മഷാദിൽ വിമാനം ഇറങ്ങിയ ശേഷം ടെഹ്റാനിലേക്ക് റോഡ് മാർഗമാണ് ഗാലിബാഫും പ്രതിനിധി സംഘവും സഞ്ചരിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയെയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേൽ ഗാലിബാഫിനെയും വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചേക്കും എന്ന് അമേരിക്ക നേരത്തെ ഇറാൻ മേഖലയിലെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിലുണ്ട്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. അയോധ്യ സംഭാവന കൊള്ളയിൽ അറസ്റ്റിലുള്ള പ്രതികൾ പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. 5 പ്രതികൾ പണം വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. പണം എണ്ണാനുള്ള ജീവനക്കാരെ നിയമിച്ചത് ബാങ്കിന്റെ ശുപാർശയിൽ എന്നാണ് ഏജൻസിയുടെ വാദം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഈ കേസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, ഈ അയോധ്യയിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുന്നതിനിടെയാണ് നിർണായകമായ ദൃശ്യങ്ങൾ SITക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പിൽഗ്രീം ഫെസിലിറ്റി സെന്ററിൽ നിന്നും 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ SIT ശേഖരിച്ചിരുന്നു. ഇത് പരിശോധിച്ചു വരുന്നതിനിടെയാണ് നിലവിൽ അറസ്റ്റിലുള്ള 8 പ്രതികളിൽ 5 പേർ പണം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇതിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. ഈ പ്രതികൾ നോട്ടുകെട്ടുകൾ വസ്ത്രങ്ങൾക്കുള്ളിലും സോക്സിനുള്ളിലുമായി ഒളിപ്പിച്ച് കടത്തുന്ന ദൃശ്യങ്ങളാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രതികൾക്കെതിരായ വ്യക്തമായ തെളിവ് ആയി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ ഇതിനകം തന്നെ 80 ലക്ഷം രൂപയോളം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികളിൽ ചിലർ വാങ്ങിയ സ്വത്ത് വിവരങ്ങൾ അടക്കമുള്ള രേഖകളും SITക്ക് ലഭിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിൽ നിന്നും SITക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു വിവരം, ഈ പണം എണ്ണുന്നതിന് വേണ്ടി ഒരു ഏജൻസിയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ഈ ഏജൻസിയാണ് പണം എണ്ണാനുള്ള ജീവനക്കാരെ നിയമിച്ചിരുന്നത്. എന്നാൽ ആ നിയമനത്തിനായി തങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുത്തതല്ല എന്നും ഈ പണം നിക്ഷേപിക്കുന്ന ബാങ്കിന്റെ ശുപാർശയിലാണ് ജീവനക്കാരെ തിരഞ്ഞെടുത്തത് എന്നുമാണ് ഏജൻസി മൊഴി നൽകിയിരിക്കുന്നത്. ഇതും നിർണായകമായ ഒരു മൊഴിയാണ്. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും മുന്നോട്ട് പോവുക എന്നാണ് SIT വൃത്തങ്ങൾ നൽകുന്ന സൂചന. ക്രിസ്റ്റീന, ദിൽന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെയും പുരോഗതി വിലയിരുത്തുന്നതിന്റെയും ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പെരുമ്പാവൂരിലെത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലഹരി വിരുദ്ധ റാലി ആരംഭിക്കും. തുടർന്ന് ഫാസ് ഓഡിറ്റോറിയത്തിൽ ലഹരി വിരുദ്ധ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൂടാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഭായ് കോളനിയും സന്ദർശിക്കും. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് ഐകദാർഢ്യവുമായി മൈനാഗപ്പള്ളി മിലാദ് ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗം. സ്കൂളിൽ സ്ഥാപിച്ച കൂറ്റൻ ക്യാൻവാസിൽ 100 കണക്കിന് കുട്ടികളും അധ്യാപകരും കയ്യൊപ്പിട്ടു. സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. ശാസ്താംകോട്ട പോലീസ് സബ് ഇൻസ്പെക്ടർ ശരത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ആനിസ് ബഷീർ, ഹെഡ്മാസ്റ്റർ സജീവ് കുമാർ, അധ്യാപകരായ അഞ്ജന KG, സുനിൽകുമാർ TS, കാർത്തിക് ഭദ്രൻ, എബി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാനത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഒരുങ്ങി KSEB. ഈ മാസം 180 മെഗാവാട്ട് വൈദ്യുതി ഉയർന്ന വിലയ്ക്ക് വാങ്ങും. റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതിന് പിന്നാലെയാണ് KSEBയുടെ തീരുമാനം. 180 മെഗാവാട്ട് വാങ്ങിയതിനു ശേഷം പിന്നീട് 200 മെഗാവാട്ട് കൂടി വാങ്ങാനും തീരുമാനമുണ്ട്. ഈ വൈദ്യുതി യൂണിറ്റിന് 6 രൂപയ്ക്ക് താഴെ നിരക്കിൽ നൽകാൻ KSEBക്ക് പ്രപ്പോസൽ ലഭിച്ചു. തുടർന്നാണ് KSEB കോർ കമ്മിറ്റിയിൽ ചർച്ച നടത്തി തീരുമാനത്തിലെത്തിയത്. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ പേരിൽ കേസെടുക്കുന്നതിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ബോംബെ ഹൈക്കോടതി. SDPI നേതാവിനെതിരായ നാടുകടത്തൽ ഉത്തരവ് കോടതി റദ്ദാക്കി. കേന്ദ്ര സർക്കാർ മുർദാബാദ്, അമിത്ഷാ മുർദാബാദ് എന്നീ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ എന്ന് കോടതി ചോദിച്ചു. അഭിപ്രായം പറയാനുള്ള പൌരന്റെ അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. പോലീസ് ജനങ്ങളുടെ സേവകരാണ്, പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിമാരുടെയോ സേവകരല്ല എന്നും ഉത്തരവിൽ ജസ്റ്റിസ് മാധവ് ജാംധാർ ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ചോദ്യപേപ്പറുകൾ ചോരുന്നു, പ്രതിഷേധിച്ചാൽ അവർക്കെതിരെ കേസ് ചുമത്തുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പൌരത്വ നിയമവും ഗ്യാൻവാപ്പി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളുടെയും പേരിലാണ് SDPI നേതാവിനെതിരെ നാടുകടത്തൽ ഉത്തരവ് പോലീസ് പുറപ്പെടുവിച്ചിരുന്നത്. രോഗങ്ങൾ കരിനിഴലായി വീണതോടെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഒരു കുടുംബം. ആലുവ സ്വദേശികളായ ജയയും കുടുംബവുമാണ് സഹായം തേടുന്നത്. വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് സ്വന്തമായൊരു വീട് എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമാണ്. 20 വർഷമായി വാടകയ്ക്കാണ് 60-കാരി ജയയും അമ്മയും ഭർത്താവും. ജയയുടെ അമ്മ കിടപ്പുരോഗിയാണ്. ജയയ്ക്കും ഭർത്താവിനും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുമുണ്ട്. ആകെയുള്ള വരുമാനം ഇടയ്ക്ക് ഭർത്താവ് രാജുവിന് കിട്ടുന്ന കൂലിപ്പണിയാണ്. പിന്നെ തൊട്ടടുത്തുള്ള മുസ്ലിം പള്ളിയിൽ നിന്ന് കിട്ടുന്ന സഹായം കൊണ്ടുമാണ് വീടിന്റെ വാടകയും മരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. 5000 രൂപ മാസ വാടക. ഇത് കണ്ടെത്താൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എല്ലാ വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയും ചിലപ്പോൾ ചിലവർ 10 രൂപ വരും, ചിലർ 20 രൂപ വരും, ചിലർ 100 തരും. ചില മനസാക്ഷിയുള്ള നല്ല ആൺകൊച്ചുകൾ 500 എടുത്തു തരും. അങ്ങനെ അത് കൊണ്ടുവന്നാണ് ഞാനിവിടെ അരി മേടിക്കണം. സ്വന്തമായി വീട് എന്നതാണ് സ്വപ്നം. കിടപ്പുരോഗിയായ അമ്മയെ സംരക്ഷിക്കണം. സ്ഥലമുണ്ടെങ്കിൽ വീട് നിർമ്മിച്ച് നൽകാമെന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ജയയും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കൊച്ചി. കാസർഗോഡ് ചെറുവത്തൂർ മൈറ്റ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് 4ാം വർഷവും ക്ഷേത്രം ഊട്ടുപുര തന്നെ ക്ലാസ് മുറി. കേടുപാടുകൾ സംഭവിച്ച സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് സമീപത്തെ ക്ഷേത്രം ഊട്ടുപുരയിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റേണ്ടി വന്നത്. 24 വർഷം മാത്രം പഴക്കമുണ്ടായിരുന്ന സ്കൂൾ കെട്ടിടം തകർച്ച ഭീഷണിയിലായിരുന്നതിനാൽ 4 വർഷം മുൻപാണ് പൊളിച്ചു നീക്കിയത്. കുട്ടികളുടെ അധ്യയനം തൊട്ടടുത്ത ശ്രീ വയൽക്കര ക്ഷേത്രം ഊട്ടുപുരയിലാക്കി. 1 വർഷം കൊണ്ട് വിദ്യാലയത്തിന് പുതിയ കെട്ടിടം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷ. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പ്രവൃത്തി ആരംഭിച്ചത്. ക്ഷേത്രം ഊട്ടുപുരയിലെ തട്ടുകൾ മറച്ച 4 ക്ലാസ് മുറിയിലാണ് ഈ വർഷവും വിദ്യാലയം പ്രവർത്തിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ സ്കൂളിൻ്റെ ബിൽഡിംഗ് പണി പൂർത്തിയാകാതെ ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടുപോയി. ആദ്യകാലത്ത് 1 വർഷത്തേക്കാണ് നമ്മൾ പെർമിഷൻ കൊടുത്തതെങ്കിലും അത് കാലദൈർഘ്യം വർദ്ധിച്ച് ഏതാണ്ട് 4-5 വർഷത്തേക്ക് നീണ്ടുപോയി. ഇപ്പോൾ ഏതാണ്ട് ഒക്ടോബറിലോടുകൂടി സ്കൂൾ പ്രവൃത്തി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നിരവധിയായ പ്രശ്നങ്ങൾ ഈ പ്രദേശത്തെ കുട്ടികൾ നേരിടുന്നുണ്ട്. പശ്ചാത്തല സൗകര്യത്തിന്റെ അഭാവം കാരണം ഓരോ വർഷം കഴിയും തോറും സ്കൂളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. മുൻ വർഷങ്ങളിൽ 50ഉം 60ഉം കുട്ടികളുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 29 കുട്ടികൾ മാത്രമാണുള്ളത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മറ്റു വിദ്യാലയങ്ങളിലേക്ക് മാറിപ്പോകുന്ന സ്ഥിതിയുമുണ്ട്. പഴയ സ്കൂൾ നിന്നിരുന്ന സ്ഥാനത്ത് 2 നിലകളിലായി മികച്ച സൗകര്യങ്ങളോടെ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുകയാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് 2.92 കോടി രൂപയാണ് കെട്ടിടത്തിനായി അനുവദിച്ചത്. അടുത്ത അധ്യയന വർഷത്തിലെങ്കിലും കുട്ടികളുടെ പഠനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ സാധിക്കുമോ എന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക. 24 കാസർഗോഡ്. രാത്രി സമയങ്ങളിൽ പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ ആക്രമണം നടക്കുന്നത് വർദ്ധിക്കുന്നെന്ന് പാലക്കാട് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. കഴിഞ്ഞ മാസം 29-ന് പാലക്കാട് BOC റോഡിലെ പെട്രോൾ പമ്പ് ജീവനക്കാരന് നേരെ ആക്രമണമുണ്ടായി.
പോലീസിൽ പരാതി നൽകിയിട്ടും കാര്യമായ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് ഭാരവാഹികൾ 24-നോട് പറഞ്ഞു. സംസ്ഥാനത്തെ പല ജില്ലകളിലും പെട്രോൾ പമ്പ് ജീവനക്കാർക്കെതിരെ ആക്രമണമുണ്ടാകുന്നത് മുൻപും പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. ലഹരി ഉപയോഗിക്കുന്നവരാണ് മിക്കവാറും ആക്രമണത്തിന് പിന്നിലെന്ന് പാലക്കാട് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. ഈ വരുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് 90-95% ആൾക്കാരും ലഹരി ഉപയോഗിച്ചിട്ടോ മദ്യപിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് ഒരു നിമിഷത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഡീലറാണെങ്കിൽ ഡീലർ, ജീവനക്കാരൻ, അത് സ്ത്രീയാണോ പുരുഷനാണെന്നൊന്നുമില്ല, അടിക്കലും കയ്യിൽ കെട്ടിയത് കൊണ്ട് അടിക്കില്ല, ഹെൽമെറ്റ് കൊണ്ട് അടിക്കില്ല, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെതിരെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അത് എല്ലാ പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യൽ മാത്രമേ ആവുന്നുള്ളൂ. അതിൻ്റെ ഉപരി ഫോളോ അപ്പ് ഒന്നും നടക്കുന്നില്ല. പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നിയമനിർമ്മാണം സർക്കാർ നടത്തണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ പമ്പ് അടച്ചിടേണ്ടി വരുമെന്നും പെട്രോൾ പമ്പ് ഉടമകൾ പറഞ്ഞു. 24 പാലക്കാട്. ചുഴലിക്കാറ്റ് വിതച്ച ദുരന്ത ഭൂമിയിൽ നിന്നും അതിജീവനത്തിന്റെ പച്ചപ്പ് നെയ്തെടുക്കുകയാണ് ഒഡീഷയിലെ ഒരു കൂട്ടം സ്ത്രീകൾ. തങ്ങളുടെ ജീവിതം തകർത്ത ചുഴലിക്കാറ്റുകൾക്ക് മുന്നിൽ തളരാതെ കണ്ടൽക്കാടുകൾ നട്ട് തീരത്തിന്റെ കാവലാളുകളായി മാറിയിരിക്കുകയാണ് ദേവി നദീമുഖത്തെ ഈ വനിതാ പരിസ്ഥിതി പോരാളികൾ. ഒഡീഷയിലെ ദേവി നദീമുഖം ഇന്ന് പുത്തനുണർവിലാണ്. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച തീരത്ത് ഇപ്പോൾ പച്ചപ്പിന്റെ കവചമൊരുക്കുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ. 1999 ഒഡീഷയെ ഉലച്ചുകളഞ്ഞ ചുഴലിക്കാറ്റ് ആയിരങ്ങളുടെ ജീവനാണ് കവർന്നത്. ചുഴലിക്കാറ്റിന്റെ ആ ഭയാനകമായ ഓർമ്മകളിൽ നിന്നും ഇന്നും ആ തീരദേശവാസികൾ പൂർണ്ണമായി മുക്തരായിട്ടില്ല. കണ്ടൽക്കാടുകൾ നശിച്ചതോടെ കടൽക്ഷോഭം തീരത്തെ വിഴുങ്ങി. മത്സ്യബന്ധനത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ പൂർണ്ണമായും വഴിമുട്ടി. എന്നാൽ ഇന്ന് കഥ മാറി. ഒരിക്കൽ വിറകിനായി കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിരുന്ന കൈകൾ ഇന്ന് അവയുടെ കാവലാളാവുകയാണ്. പരിസ്ഥിതി പ്രവർത്തകനായ സൗമി രഞ്ജൻ ബസ്വാളിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വുമൺ ഫോർ മാൻഗ്രൂവ്സ് ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിയാണ് ഈ മാറ്റത്തിന് തിരികൊളുത്തിയത്. കണ്ടൽക്കാടുകൾ വെറുമൊരു മരമല്ല, മറിച്ച് കടൽക്ഷോഭത്തിൽ നിന്നും തങ്ങളെ കാക്കുന്ന ജീവനുള്ള കവചമാണെന്ന് ഈ സ്ത്രീകൾ ഓർമ്മിപ്പിക്കുകയാണ്. അവിസെന്നിയ, റൈസോഫോറ തുടങ്ങിയ തദ്ദേശീയ ഇനം കണ്ടൽ തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. വേലിയേറ്റവും മണ്ണിലെ ഉപ്പിന്റെ അളവും കൃത്യമായി നിരീക്ഷിച്ചുള്ള ശാസ്ത്രീയ നടീൽ രീതിയാണ് ഇവരുടേത്. ഇതിനകം നട്ട 45,000 തൈകളിൽ 85 മുതൽ 90% വരെ അതിജീവിച്ചു. 60ഓളം കുടുംബങ്ങളാണ് ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കണ്ടൽക്കാടുകൾ വളർന്നതോടെ ജൈവ വൈവിധ്യവും തിരിച്ചെത്തി. വേരുകൾക്കിടയിൽ ഞണ്ടുകളും മീനുകളും പെരുകിയതോടെ മത്സ്യത്തൊഴിലാളികൾക്കും പുതിയ വഴി തെളിഞ്ഞു. പക്ഷികളും ദേശാടന പക്ഷികളും ഇവിടെ തങ്ങളുടെ സുരക്ഷിത താവളമാക്കി മാറ്റി. പവിഴപ്പൂറ്റുകൾ കഴിഞ്ഞാൽ ജൈവവൈവിധ്യത്തിൽ 2ാം സ്ഥാനമുള്ള കണ്ടൽക്കാടുകൾ തീരശോഷണം തടയുന്നതിൽ നിർണായക പങ്കാണ് വഹിക്കുന്നത്. വരുമാനം തുച്ഛമാണെങ്കിലും വരും തലമുറയുടെ സുരക്ഷയാണ് ഇവരുടെ ലക്ഷ്യം. 2030ഓടെ 10 ലക്ഷം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. ഒരിക്കൽ ജീവിതം തകർത്ത പ്രകൃതിയോട് കലഹിക്കാനല്ല, മറിച്ച് പ്രകൃതിയെ തന്നെ കൈപിടിച്ചുയർത്തി പ്രതിരോധം തീർക്കുകയാണ് ഒഡീഷയിലെ ഈ വനിതാ പോരാളികൾ. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.